Welcome to the world of short films. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനം ആരായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഐഡൽ ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളായിരിക്കും. പക്ഷെ വളരെ വിരളമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും ഒരു പ്രചോദനം കിട്ടുന്നത്, അല്ലെങ്കിൽ മുൻപോട്ട് ജീവിക്കാൻ ഒരു കുഞ്ഞിൽ നിന്നും ഒരു അമ്മയ്ക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഒരു അമ്മയുടെയും മകന്റെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോർട്ട് കട്ട്സ്, ഷോർട്ട് ഫിലിമുകളുടെ ടെലിവിഷൻ പ്രീമിയർ. ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം അതിനും അപ്പുറം. രണ്ട് ചെറുപ്പക്കാരാണ് എന്നോടൊപ്പം ഇപ്പോൾ വിളിക്കുന്നത്. അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെ ടീം മെമ്പേഴ്സ് ആണ് അവരോട് ചോദിച്ചതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഹലോ, വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. സോ എന്താ പേര്? എന്റെ പേര് സച്ചിൻ ആണ്. കാഞ്ഞങ്ങാട് നിന്ന് വരുന്നു. എവിടുന്ന? കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാഞ്ഞങ്ങാട് കേട്ടിട്ടുണ്ട്. യു ആർ? സജിൻ. സച്ചിൻ ആൻഡ് സജിൻ ബ്രദേഴ്സ് ആണോ? ബ്രദേഴ്സ് അല്ല, നോട്ട് റിലേറ്റഡ് ഇൻ എനി വേ. ഓക്കെ, അപ്പം ഈ ഡ്രസ്സും ഒരേപോലെ, പേരും ഒരേപോലെ. സീനിയേഴ്സ് ആണ്. അല്ല, എന്റെ സീനിയർ ആണ് ഇവൻ. നമ്മൾ ഒരുമിച്ച് പഠിച്ചു, ഒരേ കോളേജിൽ പഠിച്ചതാ. സീനിയർ അല്ലേ? ഓക്കെ. പക്ഷെ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ടതാണോ? അയ്യോ, അങ്ങനല്ല. അല്ല. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഓൾ ദി മോർ ഗുഡ് അല്ലേ? കാര്യം നിങ്ങൾ ആ ഒരു ആത്മബന്ധമാണത് കാണിക്കുന്നത്. നിങ്ങൾ രണ്ട് സ്ഥലത്തു നിന്ന് വന്നിട്ട് പോലും ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്. ഗുഡ്. ഓക്കെ, അപ്പം അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആരാ സംവിധായകൻ നിങ്ങളിൽ? ഓക്കെ. സംവിധാനം എഡിറ്റിംഗും ചെയ്ത് ഞാനാണ്. ഓക്കെ. സോ സജിൻ, എങ്ങനെയാണ് ഈ അതിനും അപ്പുറം എന്ന ഒരു പേര് എവിടുന്നാണ്? ഹൗ ഡിഡ് ദാറ്റ് കം ടു യു ആൻഡ് വാട്ട് ഇസ് ദി കോൺസെപ്റ്റ്? നമ്മളിപ്പോ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഡിസ്കഷൻ ചെയ്യല്ലോ. അപ്പോ നമ്മുടെ നാട്ടിലൊരു മാഷുണ്ട്, മധു മാഷുണ്ട്. മൂപ്പരോട് ഞാൻ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാന്നില്ല ഇതില്. മൂപ്പര് പറഞ്ഞ സമയത്ത് കേട്ടിട്ട് മൂപ്പർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി, ഇത് എന്തായാലും ചെയ്യണം. അപ്പൊ ഈ ടൈറ്റിൽ കിട്ടിയില്ല എന്ന് മാഷ് ഒന്ന് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോ മാഷാണ് ഈ പേര് അതിനും അപ്പുറം. ഈ സ്റ്റോറിനായിട്ട് നല്ല റിലേറ്റ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പം അതിനും അപ്പുറം മീൻസ് ബിയോണ്ട് ടൈം. ബിയോണ്ട് ദാറ്റ്. ബിയോണ്ട് ദാറ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ. സോ സജിൻ ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സച്ചിൻ എന്താണ്? ഞാൻ ഇതിന്റെ ക്യാമറ ചെയ്തായിരുന്നു. ഓക്കെ. പഠിച്ചിട്ടുണ്ടോ ക്യാമറ, സിനിമാറ്റോഗ്രാഫി? ഇല്ല, എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണല്ലോ, അറിയാലോ എങ്ങനെയാണ്. നിങ്ങൾ രണ്ടുപേരും ബിടെക് ആണ്? ബിടെക് ആണ്. ഓക്കെ. ഇപ്പം എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്ത കമ്പനി ഞാൻ റിസൈൻ ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഒരു 1.5 മാസമായതേ ഉള്ളൂ. ഇവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങി വരുന്നതേ ഉള്ളൂ. എന്റെ കൂടെ 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്. പക്ഷെ മൈസൂർ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഇവൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. നമ്മൾ രണ്ടുപേരും കൂടി തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം ഇപ്പം മൈസൂരും ബാംഗ്ലൂരായിട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ആഗ്രഹം. ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ഫിലിം മേക്കിങ്ങിനോടുള്ള താല്പര്യം എന്ന് മുതലാണ് കയറിയത്? ഈ ഒരു ക്രേസ് വന്നത് എപ്പോ തൊട്ടാണ്? സിനിമ അത് എഞ്ചിനീയറിംഗിന്റെ സമയത്ത് തന്നെ തുടങ്ങിയത്. ആ ഷോർട്ട് ഫിലിം ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഒരു 2014-13 ആ സമയത്ത് നമ്മളും ചെയ്തു. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഒരേ തോട്ട്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളെ കിട്ടിയാൽ പിന്നെ സീനിയർ ആണ്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു, മൂപ്പർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ സംസാരിച്ച് അതിലേക്ക് വന്ന് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി. നമ്മൾ ഇതിപ്പോ 5th ഷോർട്ട് ഫിലിം ആണ് അതിനപ്പുറം വെച്ചാൽ. പക്ഷെ അവാർഡ് വിന്നിങ് ആ ഒരു സ്റ്റൈലിൽ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ഫണ്ണ് എന്റർടൈൻമെന്റ് മോഡിലാണ്. കോമഡി ജോണർ. മുൻപേ 4 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. എല്ലാം യൂട്യൂബിൽ ഹിറ്റായിരുന്നു. 10 ലക്ഷം, 15 ലക്ഷം, 9 ലക്ഷം, 4 ലക്ഷം എന്ന രീതിയിൽ വ്യൂസ് വന്നു. ഇതൊരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് താമസം എടുക്കുന്നതുകൊണ്ടും ആൾക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത് കുറച്ച് ഡൗൺ ആയി. എങ്കിലും ഒരുപാട് പേര് അഭിനന്ദിച്ച ഒരു സംഭവം. കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നേ, എവിടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ റീസെന്റ് ആയിട്ട് കിട്ടിയത് ഒരു 2 വീക്സ് മുന്നേ സ്പ്രിംഗ് ടൂൺസ് എന്ന ഗ്രൂപ്പിന്റെ ഒരു NRI ടീമിന്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നടത്തിയായിരുന്നു. മമ്മൂട്ടി ആയിരുന്നു ഗസ്റ്റ്. ഓ റിയലി? അപ്പൊ മമ്മൂക്കയുടെ മുൻപിൽ ഇത് കാണിക്കാൻ സാധിക്കും? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അതിൽ ആക്ച്വലി ഒരു 7 അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഷോർട്ട് ഫിലിമിന്. 7 അവാർഡ്സ് ആ ഒരു ഒറ്റ വേദിയിലോ അതോ പല വേദികളിലേക്കോ? അതിന് മാത്രം 7 അവാർഡ്സ്. എന്തിനൊക്കെയാണ് കിട്ടിയത്? ബെസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ്, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, ബെസ്റ്റ് എഡിറ്റിംഗ്, പിന്നെ സ്പെഷ്യൽ ജൂറി, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി,
പിന്നെ ഇതിലുണ്ട് ആർട്ടില്ല സ്ക്രിപ്റ്റ്. വെരി ഗുഡ്. അപ്പം ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ മേഖലകളും കവർ ചെയ്തു. അത് ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നോ അതിന്? മിനിമം എൻട്രീസ് ആയിരുന്നു, എങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന കുറച്ച് എൻട്രികളായിരുന്നു അവിടെ ഫൈനലി ചെയ്തത്. വെരി ഗുഡ്. അപ്പം മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി, പ്രൈസ് വാങ്ങി. ഓക്കെ. അപ്പം ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയ അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെ ഒരു കഥയെ കുറിച്ച് സംസാരിക്കാമോ? വാട്ട് ഇസ് ദി സ്റ്റോറി ലൈൻ ലൈക്ക്? ഒരു അമ്മയുടെയും കുട്ടിയുടെയും ആത്മബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മയ്ക്കും കണ്ണു കാണില്ല, കുട്ടിക്കും കണ്ണു കാണില്ല. മാത്രമല്ല ഇതിലൊരു ദുഃഖകരമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഗർഭിണിയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ, ഇനിയൊന്നും ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ആത്മഹത്യക്ക് തുനിയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു റെയിൽപാളത്തിൽ പോയിരിക്കുകയും അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഇതിൽ കാണുന്നത്. ആത്മഹത്യന്റെ അതിലേക്ക് നീങ്ങി, പക്ഷെ അവിടുന്ന് തിരിച്ച് ലൈഫിലേക്ക് വരുവാണ്. അതാണ് ഇതിന്റെ പോസിറ്റീവ് മെസ്സേജ്. കാരണം അതിനും അപ്പുറം, കാരണം വെച്ചാല് അവിടെ തീരുന്നില്ല ലൈഫ്. നമ്മളിപ്പോ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ വിചാരിക്കില്ല ഓക്കെ ഇവിടെ തീർന്നു, ഇവിടെ എൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കൂലേ. അതൊക്കെ മറികടന്ന് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അതിനപ്പുറം ലൈഫ് ഉണ്ട്. ഹോപ്പ്. സോ ആ ഒരു തിരിച്ചുവരവിനുള്ള ഒരു പ്രചോദനമായി എത്തുന്നത് ആ കുട്ടിയാണോ? കുട്ടിയുടെ വാക്കുകൾ, കുട്ടി അമ്മയോട് നിഷ്കളമായി സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനിലൂടെയാണ് അമ്മയ്ക്ക് ബോധോദയം തിരിച്ചറിവായിരുന്നു ആ സമയത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു തീമാണ്. ഇതുവരെയും വന്നിട്ടില്ലാത്തൊരു തീമാണ്. കാരണം മാതൃസ്നേഹമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ കുട്ടിയിൽ നിന്നും ഇൻസ്പിറേഷൻ അമ്മ എടുത്തിട്ട് അമ്മയ്ക്ക് ജീവിതത്തിലേക്ക്, അമ്മ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മാതാവ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു കഥ എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും ഷോർട്ട് കട്ട്സിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന്. സോ ആരുടെ ആയിരുന്നു ഈ കഥ? ഐ മീൻ വേർ ഡിഡ് ഇറ്റ് ടേക്ക് ബർത്ത് ഫ്രം? എവിടുന്ന് ഉത്ഭവം? നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അക്ഷയ് രാജ്. അവൻ ഇവന്റെ ജൂനിയർ ആണ്. അവൻ ജസ്റ്റ് ഇപ്പം പൈനൂർ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കണതാണ്. അവൻ എന്നോട് വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു. നമ്മളിങ്ങനെ കണ്ടു പരിചയമുണ്ടല്ലോ. അവൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞ സമയത്ത് ഞാൻ തോന്നി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ സംഭവം ലൊക്കേഷൻ ആണ്. സിംഗിൾ ഡേ ഷൂട്ടേ നടക്കൂ. അപ്പോ ഒറ്റ ലൊക്കേഷനിൽ ചെയ്യണം. കാരണം ഇത് കുറച്ച് അത് നിങ്ങൾ കാണുമ്പോൾ തിരിയും എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്ര റിസ്ക് എന്ന് വെച്ചാല് റെയിൽവേ ട്രാക്കിന് ഷൂട്ട് ചെയ്യേണ്ടത്. ഫുൾ ഷൂട്ടിംഗ് അപ്പൊ ഇവര് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ലൊക്കേഷനാണ് ആദ്യം മുതൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പം റെയിൽവേ ട്രാക്കിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഞങ്ങൾ സ്റ്റേഷനിൽ ഒരുപാട് ദൂരം മാറി നിന്ന് ആരും വരാൻ സാഹചര്യം ഇല്ലാത്ത ഒരു ഏരിയ നോക്കി അവിടെ നമ്മൾ ഷൂട്ട് തുടങ്ങി. പക്ഷെ 1-2 പേര് വന്ന് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പിച്ചു, അടുത്ത സ്ഥലത്തേക്ക് മാറി. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഉച്ചയായി. പക്ഷെ ഉച്ച മുതലാണ് നമ്മുടെ, അതായത് ഏകദേശം ഒരു 12-1 മണി ആദ്യം ആ ഒരു ടൈമിലോ നല്ല വെയിലാണ്. ഓൾമോസ്റ്റ് എല്ലാരും ഇങ്ങനെ കരുവാളിച്ചു ഒരു വല്ലാത്ത നിലയിലായി. നമുക്ക് വെള്ളം വാങ്ങാൻ തൊട്ടടുത്ത് പോകാനുള്ള സാഹചര്യങ്ങൾ ആ സമയത്തില്ല. അത് ഏതോ ഒരു ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി നമ്മൾ സെലക്ട് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത്. കാരണം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സീൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കും, ശരിക്കും ആത്മഹത്യ വരുന്നതാണെന്ന് വിചാരിക്കും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1-2 പേര് വന്നു. അപ്പൊ ഒരാൾ നമ്മളോട് പ്രത്യേകം, അതായത് ആരൊക്കെ വരുന്നു ആരൊക്കെ ചോദിക്കുന്നു അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ പ്രത്യേകം അതായത് അവിടെ നിന്ന് വരുന്നവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ ലൈറ്റപ്പും, ഇതൊരു ലോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിമാണ്. നമ്മൾ ഇതിൽ വലുതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പം ഈ ഒരു സംഭവം യൂട്യൂബിൽ റിലീസ് ചെയ്ത സമയത്ത് എങ്ങനെയാ പ്രതീക്ഷിച്ചത്? കാരണം ഇതിന് മുമ്പത്തെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഒക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയതാണ്. Did you expect that kind of an acceptance? എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു ഫിലിം ഇൻട്രസ്റ്റഡ് ആൾക്കാർ മാത്രമേ കാണൂ. അല്ലാതെ ഒരു യൂട്യൂബിൽ വരുന്നതിന്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ്. ഇതൊരു എന്റർടൈൻമെന്റ് ഡിവിഷൻ അല്ലല്ലോ ഈ ഒരു ഷോർട്ട് ഫിലിം. നമ്മളിത് റിലീസ് ചെയ്ത ഡേറ്റ് മാർച്ച് 8 വേൾഡ് വുമൻസ് ഡേ, ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഈ മൂവി റിലീസ് യൂട്യൂബ് യൂട്യൂബിൽ 2014 മാർച്ച് 8. ഓക്കെ, ഫൈൻ. ഗുഡ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ 2 ചെറുപ്പക്കാരാണ്. യു റെപ്രസെന്റ് ദി യൂത്ത് ഓഫ് ആർ സ്റ്റേറ്റ്. അപ്പം നമ്മുടെ ഇത്രയും വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്ന ഒരു ജോലിയായിരുന്നു നിങ്ങൾ ബിടെക് കഴിഞ്ഞ. വീട്ടുകാരെ നമ്മൾ അങ്ങനെ കുറ്റം പറയുന്നത് സപ്പോർട്ടാണ്. ഇത് എടുക്കണമെന്നല്ല, പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു മൗനം സമ്മതം അതൊരു സന്തോഷമാണ്. അതെ, പക്ഷെ what I'm saying is generally it's not like that. Generally ഒരു ബിടെക് കഴിഞ്ഞു, ജോലി കിട്ടി, ജോലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, പിന്നെ ഉടനെ കല്യാണം, മാരേജ് മാർക്കറ്റിൽ ഏറ്റവും നല്ലത് ഇതാണ്, then you do an MBA അങ്ങനെയൊക്കെ പറയുന്ന സ്ഥാനത്ത് you got that kind of a support from home.
അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമായിരിക്കില്ല. സോ ഓൺ ദാറ്റ് ബേസിസ് യു ആർ ലക്കി. എന്തായാലും അതിനും അപ്പുറം അല്ലെ, അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിം നമുക്കിപ്പോ ഇവിടെ കാണാം. എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ ലെറ്റ്സ് സിറ്റ് ടുഗദർ ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും, സജിന്റെയും സച്ചിന്റെയും പിന്നെ ഇവരോടൊപ്പം സഹകരിച്ച മറ്റ് കുറച്ച് പേരുടെയും കൂടെ ഒരു എന്താ പറയാ വലിയൊരു പ്രയത്നമാണ് ഈ അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിം. അതാണ് ഇന്ന് ഷോർട്ട് കട്ട്സിൽ നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കഥയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അങ്ങനെ വെറുതെ ഒരു ബന്ധമല്ല, അമ്മ മകനിൽ നിന്നും ഇൻസ്പിറേഷൻ നേടുന്ന ഒരു വലിയ സന്ദേശം കൂടി ഇതിലുണ്ട്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം അല്ലെ. സോ ഹിയർ കംസ് അതിനും അപ്പുറം, പ്രീമിയറിംഗ് ഓൺ ഷോർട്ട് കട്ട്സ്, ജനം TV. അമ്മ മോനൊരു കഥ പറഞ്ഞു തരാമോ? പണ്ട് പണ്ട് ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹമായിരുന്നു ആ കാട്ടിലെ രാജാവ്. നീണ്ട മുടിയും വലിയ ശരീരമുള്ള സിംഹത്തിന്. അമ്മയമ്മേ, നമുക്ക് സിംഹത്തെ കാണണം. സിംഹത്തിന് അങ്ങനെയൊന്നും കാണാൻ പറ്റൂല. സിംഹം മോനെ കടിച്ചു തിന്നു. അമ്മക്ക് അങ്ങനെ അറിയലേ? അമ്മേനെ സിംഹം കടിക്കാൻ വന്നിനാ? വന്നിനി. അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടതാ. അപ്പൊ അമ്മ കാട്ടിൽ പോയിട്ടുണ്ടാവുമല്ലേ? എന്റെ മുത്ത്, അമ്മ വെറുതെ പറഞ്ഞതല്ലേ. അതേതാമേ ആ പക്ഷി? അത് തത്തയല്ലേ? തത്തേനെ കാണാൻ നല്ല രസമുണ്ടാവുമല്ലേ അമ്മേ? ആ. ഷോർട്ട് കട്ട്സിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. എപ്പാ നമുക്ക് അമ്മേനെ കാണാൻ പറ്റുക? എന്റെ മോൻ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് എല്ലാം കാണാൻ പറ്റുന്ന ഒരാളാവണം അമ്മേ. അതൊക്കെ നടക്കും. UAE Exchange Shortcut brought to you by presented by Mahalakshmi Silks, Muttur, Tiruvalla and Kottayam. Durashine steel roof and wall sheets. വിവിധ വർണ്ണങ്ങളിൽ വ്യത്യസ്ത സ്റ്റൈലുകളിൽ. Durashine ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ജീവിതങ്ങൾക്ക് സ്റ്റീൽ കൊണ്ട് വർണ്ണം പകരുന്നു. I believe in the best. So I am with Asianet Broadband. ഇപ്പോൾ പുതിയ കണക്ഷൻ വെറും 499 രൂപയ്ക്ക് 1 GB വെറും 22 രൂപ മുതൽ. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പാടാനുള്ള ആഗ്രഹവും പാട്ടിനെക്കുറിച്ചുള്ള അറിവും നിങ്ങൾക്കുണ്ടോ? നർമ്മവും കുസൃതിയും കലർത്തി സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? പരസ്പരം സഹായിക്കാൻ കഴിവുള്ള 2 പേരടങ്ങുന്ന ഒരു ടീം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങൾ. ജനം ടിവിയിൽ ഉടൻ ആരംഭിക്കുന്ന മ്യൂസിക് ഗെയിം ഷോയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്കൊരവസരം. ഫോട്ടോയും ബയോഡേറ്റയും ഞങ്ങൾക്കയച്ചു തരിക. വിലാസം: പ്രൊഡ്യൂസർ, മ്യൂസിക് ഗെയിം ഷോ, ജനം TV, ആലുവ 1. ഇമെയിൽ: musicgameshow@janamtv.com. വാട്സാപ്പ് നമ്പർ 8111993583. വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ് ഈ പദ്ധതികൾ. ഈ പദ്ധതിയുടെ ശരിയായ ഗുണഭോക്താക്കൾ നിങ്ങളാണ്. നിങ്ങളുടെ നന്മയിലൂടെ, വികസനത്തിലൂടെ നാടും വളരണം. അതിനായി ഞങ്ങൾ വരുന്നു ജനക്ഷേമത്തിലൂടെ. ഇനി മുതൽ
മുതൽ ജനക്ഷേമം ജനത്തിലൂടെ. വിശ്വവിഖ്യാതമായ തകഴിയുടെ ചെമ്മീൻ അഭ്രപാളികളിലൂടെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന അസാധാരണമായ ഒരു ദൃശ്യ ബോധ്യമാണ് സമൂഹത്തിനുണ്ടാക്കിയത്. അങ്ങനെ നിൽക്കരുത് കൊച്ചുമുതലാളി, അത് തെറ്റാണ്, കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. കറുത്തമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണല്ലോ. മരിക്കുന്നത് വരെ. വയലാർ രാമവർമ്മ എഴുതിയ ഒരു ഹൃദ്യവും മനോഹരവുമായ ഗാനമുണ്ട്. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന NMC Health, Leaders' Favorite. Brought to you by NMC Healthcare, committed to care. In association with ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ISI നേടിയ പാൽക്കോ PVC pipes and cordials. വെൽക്കം ബാക്ക്. ആഫ്റ്റർ ദി ബ്രേക്ക് യു ആർ വാച്ചിങ് ഷോർട്ട് കട്ട്സ്, ഷോർട്ട് ഫിലിമുകളുടെ ടെലിവിഷൻ പ്രീമിയർ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനും അപ്പുറം എന്ന ഷോർട്ട് ഫിലിമാണ്. ബാക്കി കാണാം. അത് തത്തയല്ലേ? തത്തേനെ കാണാൻ നല്ല രസമുണ്ടാവുമല്ലേ? ആ. എന്താ അമ്മേ കാര്യം കാണാൻ പറ്റാത്തെ? ഇതൊരു വികൃതമായ ലോകമാണ് മോനെ, ആരെയും കാണാതിരിക്കുന്നതാണ്. കുരുടിയാണെങ്കിലും കൊള്ളാലടാ. ശരിയാട്ടാ. ഇതൊക്കെ കിട്ടാണ്ട് ഇപ്പോ. ഇതും കിട്ടും, ഇതിന്റെ അച്ഛനും കിട്ടും. അമ്മ നമുക്ക് വിശക്കുന്നു. അമ്മക്കും വിശക്കുന്നില്ലേ? അമ്മേന്റെ വയറ് നിറഞ്ഞിരിക്കാൻ മോനെ. എപ്പ നമുക്ക് അമ്മേനെ കാണാൻ പറ്റുവാ? എന്റെ മോൻ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് എല്ലാം കാണാൻ പറ്റുന്ന ഒരാളാവണം അമ്മേ. അതൊക്കെ നടക്കും. അമ്മ മോനൊരു സൂത്രം കാണിച്ചു തരാലോ. കുഞ്ഞാവക്കെല്ലാം കാണാൻ പറ്റൂലേ? എന്റെ മോനെ തിന്നാ മനുഷ്യരാലോ.
Okay, it's time to take a short break on Shortcuts. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. ഫിലിം they have made വളരെ ഡീസെന്റ്ലി മെയ്ഡ്, വളരെ നല്ല സ്ട്രോങ് ആയ ഒരു മെസ്സേജ്, ഹൃദയത്തെ വളരെ സ്പർശിച്ച രീതിയിൽ അഭിനയിച്ച രണ്ട് ടാലന്റഡ് ആർട്ടിസ്റ്റ്. UAE Exchange Shortcut brought to you by Presented by Mahalakshmi Silks, Muttur, Tiruvalla and Kottayam. ഇപ്പോൾ ഉജാല ഡിറ്റർജന്റ് 500 ഗ്രാമിനൊപ്പം 75 ഗ്രാം എക്സ്ട്രാ തികച്ചും ഫ്രീ. ഇപ്പോൾ ഉജാല ഡിറ്റർജന്റ് 500 ഗ്രാമിനൊപ്പം 75 ഗ്രാം എക്സ്ട്രാ തികച്ചും ഫ്രീ. I believe in the best. So I am with Asianet Broadband. ഇപ്പോൾ പുതിയ കണക്ഷൻ വെറും 499 രൂപയ്ക്ക് 1 GB വെറും 22 രൂപ മുതൽ. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. സ്വർണ്ണക്കടുവയുടെ പോസ്റ്ററിൽ പൂജിത മേനോൻ ഉൾപ്പെടാതെ പോയത് എന്തുകൊണ്ട്? ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. എന്നോട് കുറെ പേര് വന്ന് പറഞ്ഞപ്പോഴാണ് പൂജിതനെ കാണാനല്ലോ, പൂജിത ഇല്ലേ, പൂജിത ഗസ്റ്റ് അപ്പിയറൻസ് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നി, ഈശ്വരൻ ഇനി ഞാൻ സിനിമയിൽ ഇല്ലേ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. സിനിമ ടെലിവിഷൻ മേഖലകളിലെ പാരകളെ പറ്റി എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ആങ്കറിങ്ങിനൊക്കെ പലപ്പോഴും ഫൈനലൈസ്ഡ് ആയി എന്നപ്പോ നമ്മൾ ഹാപ്പി ആവുമ്പോഴത്തേക്കും പിന്നെ യു ഹിയർ ഓക്കെ സംബഡി എൽസ് ഗോട്ട് ഇറ്റ്. ന്യൂജൻ സിനിമയുടെ ഭാഗമായ പൂജിത മേനോൻ മറുപടിയിൽ. മൂവിയാണ് എന്റെ കരിയർ, അങ്ങനെ ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് കാരണം എനിക്ക് അതിനെ കുറിച്ചിട്ട് അധികം അറിയില്ല. പക്ഷെ ആങ്കറിംഗിൽ ഉണ്ടായിട്ടുണ്ട്. മറുപടി കാണുക ശനിയാഴ്ച രാത്രി 7 മണിക്ക്. മറുപടി Presented by Mahalakshmi Silks, Muttur, Tiruvalla and Kottayam. In association with ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ISI നേടിയ പാൽക്കോ PVC പൈപ്സ് ആൻഡ് കോർഡിയോട്സ്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത് ഷീല, മധു, ഉണ്ണിമേരി, പ്രേം നവാസ്, ജഗദീഷ് ശ്രീകുമാർ, ബഹദൂർ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ച് 1977 പുറത്തുവന്ന ഹിറ്റ് ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ. ശാരദേ, നിന്റെ ദുഃഖം നാം മനസ്സിലാക്കും. കരകുളത്ത് 50 പറ നിലം നാം കരമൊഴിവായി പതിച്ചു തന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30. It's really so touching. ശരിക്കും അവർ നന്നായി അഭിനയിച്ചിരിക്കുന്നു അല്ലേ, ദാറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ദി ബോയ്. ആ ബുദ്ധിമുട്ടില്ലേ മോനെ ഇങ്ങനെ കണ്ണ് കാണാത്ത രീതിയിൽ അഭിനയിപ്പിക്കാൻ? ആക്ച്വലി നമുക്ക് അവിടെ സ്ട്രെയിൻ എടുക്കേണ്ടി വന്നില്ല. ആണോ? ഒരു ബോൺ ടാലന്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ആ കണ്ണ് അങ്ങനെ വെച്ചിട്ട് കുഞ്ഞുമാവയ്ക്കെല്ലാം കാണാൻ പറ്റില്ലേ അമ്മ എന്ന് ചോദിക്കുന്ന ആ ഒരു സീൻ, ഇറ്റ്സ് ലൈക്ക് സോ ടച്ചിങ്. ആൻഡ് അവർ രണ്ടുപേരും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശരിക്കും ഭാഗ്യമാണ് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിന് ഇങ്ങനെ രണ്ട് ആർട്ടിസ്റ്റിനെ കിട്ടിയത് ശരിക്കും. ആൻഡ് ഐ വിഷ് ദേ വർ ഓൾസോ ഹിയർ വിത്ത് us ടുഡേ. എനിവേ, ഒരുപാട് സന്തോഷമുണ്ട്. യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ദി ഷോർട്ട് ഫിലിം ദാറ്റ് യു ഹവ് മെയ്ഡ്. വളരെ ടച്ചിങ് ആയ രീതിയിൽ തന്നെ ഒരു നല്ല മെസ്സേജ് നിങ്ങൾ കൊടുത്തു. ഷോർട്ട് ഫിലിമിലൂടെ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ ദൈർഘ്യത്തിൽ വളരെ ശക്തമായ ഒരു സന്ദേശം നൽകാൻ പറ്റുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് ബോത്ത് ഓഫ് യു. നമുക്ക് എന്തായാലും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മെമന്റോ ജനം ടിവിയുടെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒക്കെ വീഡ് ലൈക്ക് ടു ഗിവ് യു. അത് റിസീവ് ചെയ്യാം. ഓക്കെ. അതിനുമപ്പുറം എന്ന ഷോർട്ട് ഫിലിമാണ് ഇന്നത്തെ ഷോർട്ട് കട്ട്സിൽ നമ്മൾ പ്ലേ ചെയ്തത്. നമ്മൾ എല്ലാവരും അത് കണ്ടു, ആസ്വദിച്ചു. നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടായിരുന്നത് ഈ രണ്ട് സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ സ്റ്റോറി, ഡിറക്ഷൻ, സിനിമറ്റോഗ്രഫി, പിന്നെ ഇവരോടൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ഇവർ രണ്ടുപേരുമാണുള്ളത്. പക്ഷെ എന്താണെങ്കിലും ആ ഫുൾ ടീം ക്യാൻ ബി പ്രൗഡ് ഓഫ് ദി ഷോർട്ട് ഫിലിം ദേ ഹവ് മെയ്ഡ്. വളരെ ഡീസെന്റ്ലി മെയ്ഡ്, വളരെ നല്ല സ്ട്രോങ് ആയ ഒരു മെസ്സേജ്, ഹൃദയത്തെ വളരെ സ്പർശിച്ച രീതിയിൽ അഭിനയിച്ച രണ്ട് ടാലന്റഡ് ആർട്ടിസ്റ്റ്. ഇതെല്ലാം നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ആണ്. സോ എനിവേ, നിങ്ങൾക്ക് ഒരു ചെറിയ മെമന്റോ ഫ്രം ജനം ടിവി. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, യുവർ ഡ്രീംസ് ഓൾ കം ട്രൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അതിനുമപ്പുറം എന്ന ഷോർട്ട് ഫിലിം ആയിരുന്നു ഇന്നത്തെ ഷോർട്ട് കട്ട്സിൽ നമ്മൾ കണ്ടത്. അതിനുമപ്പുറം, ബിയോണ്ട് ദാറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം. നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറുതായിരിക്കില്ല, നമ്മുടെ മനസ്സിലത് വലിയ പ്രശ്നങ്ങളായിരിക്കും.
പക്ഷെ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ഒരിക്കലെങ്കിലും തോന്നാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. അതിനും അപ്പുറം ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നു എന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ആ മെസ്സേജ് നമുക്ക് തന്ന നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: ടു ദി പ്രൊഡ്യൂസർ, ഷോർട്ട് കട്ട്സ്, ജനം TV, പറയത്തെ ബിൽഡിംഗ്സ്, ഓൾഡ് ബാങ്ക് റോഡ്, ആലുവ 683101. ഞങ്ങളുടെ ഇമെയിൽ ID shortcuts@janamtv.com. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വളരെ പോസിറ്റീവായ ഒരു ഷോർട്ട് ഫിലിമുമായി വീണ്ടും കണ്ടുമുട്ടാം. Till then, this is Deepa signing off and it's goodbye from Shortcuts. UAE Exchange Shortcut brought to you by Presented by Mahalakshmi Silks, Muttur, Tiruvalla and Kottayam. in association with ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ISI നേടിയ പാൽക്കോ PVC പൈപ്സ്